Good morning guys, day 3 at France. അപ്പോൾ ഇന്ന് രാവിലെ 9 ആയപ്പോഴേക്ക് എണീറ്റിട്ടുണ്ട്. നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആൻറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആൻറ്റി എപ്പോഴും നല്ല പഞ്ചുലാട്ടോ, വന്ന് ഹോട്ടലിലൊക്കെ സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഉറക്കം മതിയായിട്ടില്ല. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ബാത്റൂമിലുണ്ട്, ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇറങ്ങും. ജസ്റ്റ് ഞങ്ങളിവിടെ പ്രിമാർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ പ്രിമാർക്കൊക്കെ കാണാൻ വേണ്ടി എനിക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ്. അതിൻ്റെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഹോട്ടൽ സെറ്റ് കണ്ടോ ഗൈസ്, ക്യൂട്ടല്ലേ? അപ്പോൾ ഷോപ്പിങ്ങിന് പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് ഹറിബറി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം താഴെ അപ്പാപ്പനെ അമ്മാമേനെയൊക്കെ സഹായിക്കാൻ വേണ്ടി പോയി. യൂറോപ്യൻസ് പൊതുവെ എല്ലാ കാര്യത്തിലും കുറച്ച് ബ്യൂട്ടിനെസ് നോക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അത് അവർ ഫുഡ് കഴിക്കണതായാലും അവരുടെ ലുക്കിങ്ങിലായാലും എല്ലാത്തിലും അവർ കുറച്ച് ഭംഗി നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്നതായാലും ഡെസ്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിക്കുള്ളൂ. ടിഷ്യൂ ഒക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒക്കെയാണ് അവർ ഫുഡ് കഴിക്കുക. അപ്പോൾ അതായിരുന്നു നമുക്ക് ഇന്നത്തെ പരിപാടി. പിന്നെ ഇവർക്കാണെങ്കിൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. പസിലുകൾ, അതേപോലെ തന്നെ പെയിൻറ്റിങ്സ് ചെയ്യുക, പസിൽ അറേഞ്ച് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ഗെയിംസുകളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള അപ്പന്മാരും അമ്മമ്മമാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കളിക്കും. അപ്പോൾ ഈ അപ്പനാണെങ്കിൽ പസിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അത് കാണിച്ചു തരാണത് എന്താ സംഭവം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരായിരുന്നു ആള്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ താഴേക്ക് പോയത്. എനിക്കിവിടെ ഇങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും ഇങ്ങനെയാണ്, അതായത് ഇവർക്ക് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളവിടെയൊക്കെ വയസ്സായവർ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പോലെ ഇവരങ്ങനെ ഒതുക്കിയിരുത്തില്ല. ഇവർ അത്യാവശ്യം നല്ല ആക്റ്റീവൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടി ഓരോ ഗെയിംസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഫൺ ആക്ടിവിറ്റീസ്. ന്യൂ ഇയർ വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഇവരെന്നും ടിഷ്യൂ പേപ്പർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത്. കണ്ടില്ലേ ഗൈസ്, ഇത്രയും ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്ത് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കയറി കിടന്നു. എന്നാലാണ് നമുക്ക് പിറ്റേ ദിവസം നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. ആൻറ്റി നേരത്തെ പോവുമെങ്കിൽ ഞങ്ങൾ കിടക്കുമ്പോൾ ഏകദേശം ഡേ 4. അധികം വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാണ്. അന്ന് പ്രത്യേകിച്ച് നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. താഴെ പോവുക, കുറച്ച് പേരും കൂടി കാണാനുണ്ടായിരുന്നു, അവരൊക്കെ പോയി കാണുക. This is our shooting place, guys. Let's take some pictures. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് തള്ളാന്ന് വിചാരിക്കും, പക്ഷെ തള്ളൊന്നല്ല. നമ്മളവിടെ വന്നപ്പോൾ തുടങ്ങി എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെ കാണാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വുമൻസിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ എവിടെയാന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും പോയി കാണാമെന്ന് വിചാരിച്ചു. വന്ന് ഉടനെ നമ്മൾ കുറച്ച് പേരൊക്കെ പോയി കണ്ടു. ലീവായ ആളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ നമ്മൾ ഇന്നാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാന ദിവസത്തെ ഫ്രഞ്ച് ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ കയറി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിക്കായിരുന്നു നമുക്ക് ഇറങ്ങേണ്ടത്. 7:45 അവിടെ ബസ്. ട്രിപ്പ് ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.